ഹൈമാവതി കൃഷിവിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്നാണ് ഇപ്പം ഞാനിവിടെ പണിയെടുക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഇതിനെ കൊണ്ട് ഒരു കപ്പക്കിഴങ്ങില്ല, മരക്കിഴങ്ങ്, ഇതാ ഈ കിഴങ്ങ് വേവിച്ചിട്ട് ഇതിനെ കൊണ്ട് ഞാൻ ഒരു ഇതുണ്ടാക്കാനാണ് പോകുന്നത്. ബോണ്ട ഇത് കണ്ട ഇതേപോലെ ഇത് മിക്സിയിലിട്ടിട്ട് വെന്തിട്ട് ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് ഇതിവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിനകത്ത് എന്തെല്ലാം ചേർക്കുന്നത് വെച്ചാൽ ഉള്ളി ഇത് വാട്ടണം. ഈ ഉള്ളി, ഇത് പച്ചമുളക്, ഇത് ഇഞ്ചി, ഇത് കരുവേപ്പില, ഇതെല്ലാം കൂടി ഞാൻ വാട്ടിയിട്ട് എടുക്കട്ടെ. വാട്ടിയിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാനുണ്ടല്ലോ, ഇത് ഉള്ളി ഇട്ടു ഞാനത് ഇടുമ്പം അത് ഓണാക്കാൻ മറന്നുപോയി. അതാണ് ഇതിനകത്ത് ഉള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കരുവേപ്പില ഇട്ടു. ഇതാണ് ഈ കപ്പയാണ് വെക്കുന്നത്. ഈ കപ്പ ഞാനിപ്പോൾ ഇത് ഒതുക്കിക്കൊണ്ടിരുന്ന പോകുന്നു. കണ്ട ഇതേപോലെ ഒരു പ്രാവശ്യം അത്ര പേരെ കൊണ്ടുവന്ന് ഞാൻ ഒതുക്കിയിട്ട് എടുത്ത് കണ്ടില്ല. ഇത് കണ്ട ഇതേപോലെ നല്ല കണ്ടീഷനായിട്ട് കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി എടുക്കേണ്ടത്. ഇനി പിന്നെ മൈദപ്പൊടി വേണം. മൈദപ്പൊടി കലക്കി വെക്കണം. അതാണ് എനിക്കും വേണ്ടത്. മൈദപ്പൊടിയാണ് ഇത് വാട്ടി തണിയുമ്പോഴേക്ക് മൈദപ്പൊടി നമുക്ക് കലക്കി വെക്കാം. ഇത് വാട്ടിയിട്ട് ഇത് തണിയണ്ടേ എന്നിട്ട് വേണം മൈദപ്പൊടി കലക്കി വെക്കാൻ. അതല്ലേ ഞാനിപ്പം വയ്യ കാണിച്ചു തരാം കേട്ടോ. ഇത് ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ എന്തെല്ലാം അതിൽ ഇട്ടെന്ന് വെച്ചാൽ ഒരു 3 ഉള്ളി എടുത്തിന്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതക്കിയിട്ട് അത് മുറിച്ച് അരിഞ്ഞിട്ടിട്ട് അതും ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഒരു 2 കരിവേപ്പിലേൻ്റെയും കൂടിയാണ് ഞാനിതിപ്പം വാട്ടിയിട്ടുള്ളത്. ഇതിപ്പം വാട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ നിങ്ങൾ കാണിക്കാൻ ഞാൻ അത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതാണ് ഇതിൻ്റെ അകത്ത് ഇടുമ്പം ഞാൻ പറഞ്ഞു നോക്കുമ്പോഴേക്ക് അത് ക്യാമറ ഓണായിട്ടില്ലേനും, അത് അവിടെ ഓണാക്കി വെച്ചിട്ടില്ലേനും. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആദ്യം അത് ചെയ്യാൻ കഴിയില്ല വെച്ചിട്ടാണ്. ഇതിപ്പം കണ്ടല്ലോ ഇതേപോലെ ഞാൻ ഇനിയിപ്പോൾ ഇത് വാട്ടി വന്നിട്ടാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ വേണ്ടുന്നതിനനുസരിച്ചിട്ട് എടുക്കുക. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എത്ര നിങ്ങൾക്ക് വേണ്ടത് നേർങ്ങനെ അരിഞ്ഞിട്ടിട്ട് എത്ര ആയിപ്പോയാലും എത്ര സാധനം ആക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നില്ലോ, അതുകൊണ്ട് ഞാനത് അത്ര എടുത്തിട്ടില്ല. ഇത് ചോന്ന് വരണം, നല്ലോണം വഴണ്ട് വന്നാൽ മാത്രമേ ഒരു വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി പച്ച കടിക്കരുത്. ഇതിപ്പം നല്ലോണം വാടി വരണം, ചുവന്ന് വരണം, നല്ല വാടി ചുവപ്പിൽ വരണം. എന്നാലും അതിൻ്റെ രുചി ശരിക്കും പാകത്തിന് കിട്ടും. ഉള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം വാട്ടി അതിൻ്റെ രുചി വരണമെന്നുണ്ടെങ്കിൽ ഇത് പാകത്തിന് ചോന്ന് വരണം. കണ്ടില്ലേ ഇതേപോലെ ചോന്ന് വരാനായി. ഇനിയിപ്പോൾ നിങ്ങൾ ചോന്നിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചോന്ന് വന്നു കണ്ട, ഉള്ളി ചോന്ന് വന്നു. ഇതേപോലെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് കണ്ട, ഇതേപോലെ ചോന്ന് വന്നു. ഇനിയിപ്പം നമുക്കത് ഓഫാക്കാം. എന്നിട്ട് മൈദപ്പൊടി കലക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി ചെയ്യാം. ഈ കപ്പയും കൂടി അരച്ചിട്ടിങ് എടുക്കട്ടെ. ഈ വേവിച്ച കപ്പ അരച്ചിട്ടിങ് എടുക്കട്ടെ. ഇതും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് വേണ്ടും പോലെ ചെയ്യാം. വേണ്ട ഇതേപോലെ എടുക്കുക. ഒരു മൈദപ്പൊടി ഉണ്ട്. ഈ മൈദപ്പൊടി ഞാൻ കുഴക്കട്ടെ. മൈദപ്പൊടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുഴക്കട്ടെ. അത്രയും എടുക്കുന്നില്ല, നമുക്ക് വേണ്ടുന്ന സാധനം എടുത്തോളൂ. അത്രയും വേണ്ടു. ഇത്രയാണെന്ന് കണക്കൊന്നുമില്ല. നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ അത് കണക്കായിട്ട് എടുത്തോളുക. ഇതിനടുക്കത്ത് കൊണ്ടുവന്ന് ഞാൻ അതെടുക്കട്ടെ. ഇതെടുക്കാം. ഇത് കണ്ടല്ലോ ഇതേപോലെ. ഇത് 250 വേണ്ട. നമുക്ക് എത്രയാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കലക്കുകയെ കൊണ്ടു. പാകത്തിനനുസരിച്ച് കലക്കിയാൽ മതി. ഇപ്പോൾ കണ്ടല്ലോ എത്ര ഇനി മുക്കാൻ വേണ്ട. മുക്കി വയ്ക്കുക. മുക്കിയിടുക. ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ മുക്കി പൊരിക്കുക. പഴം പൊരിക്കും പോലെ തന്നെ അത്രയേ കൊണ്ടു. ഇതിപ്പം കണ്ടില്ലേ. ഇനി കുറച്ച് ഉപ്പിടും. കുറച്ച് ഉപ്പ് കണ്ടോ, ഇതിന് കണക്കായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ടിക്കൽ കുറച്ചിടുക. എന്നാൽ ഒരു കളറുണ്ടാവും. കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടാൽ കുറച്ച് കളർ കിട്ടും. അത് വേണ്ടി കിട്ടാൽ മതി. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കിട്ടാൽ മതി. കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളുക. വേറെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ചെയ്യണ്ട. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ലേശം അപ്പക്കാരം ഇടുന്നുണ്ടേ. കുറച്ച് അപ്പക്കാരം ഇടുന്നത് ലേശം പദം വരാൻ വേണ്ടിയിട്ടാണ്. കണ്ട
കുറച്ച് അത്രയും ഇടുന്നില്ല, 2 മണി അപ്പക്കാരം. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ ഞാൻ ഇതെനി കുഴക്കട്ടെ. ഉപ്പിട്ടിൽ പാകത്തിന് ഉപ്പ് നോക്കി കുഴച്ചാൽ മതി. അത്രയും വേണ്ട, പാട് വെള്ളമാക്കരുത്. ഇത് മുക്കിയിട്ട് നമുക്ക് ഇടുന്ന പാകം മാത്രം. പഴം പൊരിക്കെല്ലാം കുഴക്കും പോലെ തന്നെ മുങ്ങി കിട്ടണം. എന്താ നമ്മൾ ബോണ്ടൊക്കെ ആക്കുന്നത് പോലെ തന്നെ, ബോണ്ടേൻ്റെ സംഭവം തന്നെ. പക്ഷെ നമ്മൾ ബോണ്ടൊക്കെ എടുക്കുന്നത് കപ്പ. അതിൻ്റെ രുചി നമുക്ക് പറയാൻ കഴിയില്ല. അത് നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. ഇതൊക്കെ കാണിച്ചു തരുകയും കൂടി ചെയ്യാൻ വെച്ചിട്ടാണ്. ഞാൻ ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. മറ്റേതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കയ്പ്പൊന്നും ഇല്ലാത്ത കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ്. നമ്മളത് ഇത് കയ്പ്പൊന്നുമില്ല, നമ്മളെ വീട്ടിലുണ്ടാക്കിയ കപ്പയാണ്. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ നോക്കിയിട്ട് ഇതേപോലെ മുക്കിയിട്ട് ഇടുക വേണ്ട. ഇതേപോലെയാണ് മുക്കുണ്ട്. കണ്ട, ഇത്ര പാകത്തിന് ആക്കണ്ടു. കണ്ട, നമ്മൾ മുക്കി ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്താണ് മുക്കിയിട്ട് ഇടുക. ഇത് കണ്ടല്ലോ. ഇനിയിപ്പം ഞാനിത് എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇനിയിപ്പം ഇത് കണ്ട, ഇത് പാകത്തിന് ഇതേ പാകത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഇതും കൂടി ഇട്ടിട്ട് കുഴക്കട്ടെ. ഇത് അരച്ച് ആ കിഴങ്ങ് വേവിച്ചതാണ്, അത് അരച്ച് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളിത് കുഴക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ കുഴക്കുക. ഇതുപോലെ കുഴക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ കുഴക്കുക. എന്താ, നല്ലപോലെ യോജിപ്പിച്ചിട്ട് നല്ലപോലെ ആക്കിയിട്ടാണ് അത് മുക്കിയിട്ട് ഇടണ്ടിക്കൽ. ഇത് ഉണ്ടി ഉരുട്ടി വെക്കണം. നമ്മളിതിങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഉണ്ട ഉരുട്ടി വെക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ ഇത് ഉണ്ട ഉരുട്ടി വെക്കുക. കിഴങ്ങ് പുഴുങ്ങുമ്പോൾ വെള്ളപ്പറ്റില്ലാണ്ട് പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് അധികം വെള്ളമാവാതെയായിട്ട് പുഴുങ്ങിയിട്ട് വേണം നമ്മൾ ഈ മിക്സിയിലിട്ട് അടിക്കണ്ടിക്കൽ. വെള്ളം അധികമായിപ്പോൾ അതിന് കുഴഞ്ഞു പോകാൻ പാടില്ല. അധികം പൊടിയായിട്ട് അധികം വരേണ്ടത് കേട്ടോ. പൊടിയായിട്ട് വരണം, എന്നാലേ നമുക്കിത് എടുത്താൽ ഇതിൻ്റെ പാകം കിട്ടുമല്ലോ. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ഇതുപോലെയായി. ഇനിയിപ്പം ഞാൻ ഉണ്ടി ഉരുട്ടി വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എല്ലാം കൂടി കുഴച്ചിട്ടായിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഇതിൽ ഉരുട്ടിയിട്ട് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 3 എണ്ണം വെച്ചിട്ടാണ് ഇടുന്നത്. 3 എണ്ണം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് വാങ്ങിയിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി ബോണ്ടിയാവും. ഉണ്ടല്ലേ, ഇതേപോലെ വേഗം കത്തിയാൽ കരിഞ്ഞു പോകും. ഇനി ഞാൻ പയ്യെ ചുട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വേണ്ട. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് കോരി എടുക്കുന്നുണ്ട്. ഇത് കോരി എടുക്കുന്നുണ്ട്. ഇതിവിടെ വെച്ചിട്ടുണ്ട്, അതവിടെ വെച്ച്. ഇനിയിപ്പോൾ ഞാനിത് ഈ പ്ലേറ്റിലെടുത്ത് വെക്കട്ടെ. ഇത് നല്ലൊരു അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുമ്പോഴല്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് വൈകിപ്പോയതാണ്. ഇപ്പം ഞാൻ തെറ്റാന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ കണ്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളി പലഹാരമാണ് ഇത്. നല്ല രസമുണ്ട്, നല്ല സാധനമാണ്, നല്ല അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇത് കണ്ട, ഇതേപോലെ ഇതിൻ്റെ ഉള്ളു കണ്ട. ഉരുളക്കിഴങ്ങ് കാട്ടും ടേസ്റ്റ് ഉണ്ട്. എന്നാ ടേസ്റ്റ് നമ്മളിതിനാണ് ഉരുളക്കിഴങ്ങ് വെച്ച് കളിക്കുന്നതാ.
നല്ല അടിപൊളി എന്താ നല്ല രസമുണ്ടാ. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇത് നല്ല തിന്നാൻ പറ്റില്ല കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി നോക്കിക്കോ, ഉറപ്പ്. അടിപൊളി. നാളെ വേറെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും വീഡിയോ കാണുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ് ചെയ്യുക. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് നാളെ വേറെ വീഡിയോ വരുന്നതിന് നന്ദി, നമസ്കാരം.